അപ്പൊ നമ്മള് ഇന്ന് കോറൽ ഐലൻഡിലോട്ട് പോകും. പാരാസെയിലിംഗ്, അതുപോലെ തന്നെ സ്നോർക്കലിംഗ്, മറ്റേ അണ്ടർ സീ വാക്കിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യണം. പിന്നെ മറ്റേ അതില്ലേ എന്താണ് ബനാന ബോട്ടോ, ബനാന റൈഡ്, ബനാന റൈഡ് അതും കൂടി ഉണ്ട്. മൈക്കൂത്തണോ? വേണ്ടെന്ന് തോന്നുന്നു, ഒച്ചത് പറഞ്ഞാൽ ബനാന റൈഡും ഉണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്യണം അല്ലേ? എന്തേ പറയണ്ട? ഒന്നും പറയാനില്ല. ഞങ്ങള് ക്യാപ്പൊക്കെ വാങ്ങിട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല റഷ് ഉണ്ട്, ഒടുക്കത്തെ വെയിലുമാണ്. നമ്മളെന്തായാലും ടാൻ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മള് എന്താണ് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിക്കുന്നത്. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ളത് കാണാം. അപ്പൊ നമ്മള് വന്നപ്പോ കുറച്ച് ആൾക്കാരുടെ സൈഡിലോട്ടോ കുറച്ച് ആൾക്കാരുടെ കൂടെ ഉണ്ടോ വന്നത്. ഇവര് ഇതിന് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മള് നമ്മുടെ ഇഷ്ടാനുസരണം അങ്ങനെ ഒരു സംഗതി. അപ്പൊ ആദ്യം തന്നെ നമ്മള് പാരാസെയിലും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ സാധനത്തിലും പോകുന്നുണ്ട്. അതെ അതെ, നല്ല റഷ് ഉണ്ട് കേട്ടോ. നല്ല പക്ഷേ ഉമ്രക്കൊക്കെ പോകുന്നു. ആൾക്കാരാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അല്ല ഇഷ്ടമില്ല. ഇങ്ങനെ ഉറങ്ങും പോയി നമ്മള്. നമ്മള് നേരത്തെ എണീച്ച് ഫുഡൊക്കെ കഴിച്ചോ. അയ്യോ, ഹോട്ടലിലെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ കൈ കണ്ടെടുക്കണ്ട. ഇല്ല നമ്മുടെ ഇതില് 2-3 സ്ഥലത്തൊന്നും നിർത്തിയുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിയില്. നമ്മളും വേറെ ഒരു ടീമും വേറെ ഒരു ടീം, അങ്ങനെയാണ് നമ്മള് വന്നേക്കുന്നത്. അയ്യോടി എന്ത് നോക്കാല്ലേ, അത് പഗ്ഗാണ്. നമ്മുടെ ടൂറിന്റെ ആൾക്കാർ ഇതാണ്ട്. ഇവര് ഓരോ സ്ഥലത്ത് എത്തുമ്പോ നമ്മുടെ പിക്ക് എടുത്തിട്ട് അയക്കേണ്ട ആൾക്കാർക്ക് അയക്കും. ലൈക്ക് നമ്മുടെ ട്രിപ്പിന്റെ ആൾക്കാർക്കൊക്കെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല വെള്ളം കേട്ടോ, നല്ല വെള്ളം. അതുപോലത്തെ നല്ല അട്ടാറ വെയിലുണ്ട്. പാത്തുമ്മയ്ക്ക് ഇതൊരു പണിയാവുമോ? ഇഷ്ടല്ല വെയില്. നമ്മള് പോവുകയാണ് സ്പീഡ് ബോട്ടില്. നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് പോവുക. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നാ തോന്നുന്നത് കേട്ടാ. ഓരോരുത്തരുടെ പിക്ക് പുള്ളി എടുക്കണേണ്ട. പുള്ളി ഓരോരുത്തരുടെ പിക്ക് എടുത്ത് വെക്കുക. ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏത് ചോല? ഇതാണ് ചോല. ഒരാളുടെ പുറകിൽ വന്ന് നിൽക്കാൻ. ഇതാണ് നമ്മളെ സ്പീഡ് ബോട്ടില്. ഇതിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കോറലൈലാണ്. എനിക്ക് തോന്നി തൊപ്പിയുടെ വള്ളി നമ്മളിട്ടില്ലെങ്കിൽ തൊപ്പി പറന്ന് തൊപ്പിന്റെ വള്ളി ഇടണം. അല്ലെങ്കിൽ സ്റ്റൈലായിട്ട് നമ്മൾ തൊപ്പി ഇല്ലാണ്ട് പോകേണ്ടി അവസാനം. നമ്മള് വേറെ സൈഡിലോട്ട് മാടി വിളിക്കേണ്ട. ഇതല്ല നമ്മുടെ ബോട്ട്. നമ്മള് തെറ്റിദ്ധരിച്ചു ഗൈസ്. നമ്മുടെ ബോട്ട് അവര് താഴെട്ട് എന്തോ ഒരു ഭാഷ പറഞ്ഞിട്ട് അവര് അതിലാ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനല്ല. ഓ സുശീല, നീ നോയിക്കോ മോളെ. നീ വെയിലത്ത് കറുത്ത് കരിമാടിക്കുട്ടിയായി പോകും. അങ്ങനെ പറയല്ലേ. നമ്മളെ ആക്ടിവിറ്റീസിന് വേണ്ടിട്ട് അങ്ങനെ വന്നേക്കുന്നത്. ആ ബോട്ടാണ് നമ്മള് വന്നത്. അതുകൊണ്ട് ബോട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടു നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മള് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും നമ്മള് ബോട്ട് മാറുമ്പോ ബോട്ടില് അപ്പൊ ബോട്ടില് ഒന്നും വെക്കരുത് എന്നുള്ളതിനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ പ്രാവശ്യവും ബോട്ട് മാറി ബോട്ടിൽ തന്നെ അല്ലായിരിക്കും നമ്മൾ ഐലൻഡിലോട്ട് പോകണം. ഇത് ശരിക്കും ഒരു ബോട്ടല്ല, ഇത് എന്തോ നടുക്കെന്തോ സാധനം വെച്ചേക്കുക. ഓ, നമ്മളുടെ ഗൈഡ് ഇതാണ്. നമ്മുടെ ഗൈഡ് ആ കയ്യില് വെക്കാം. കാര്യം പറഞ്ഞ പോണം പോക്ക് കേട്ടാ. പാരാസെയിലിംഗ് എന്നാ പറയാത്. പാരാസെയിലിംഗ് എന്നാ പറയാ. എന്താണോന്നുണ്ടോ നമ്മുടെ ഓസ്മോ വെച്ചിട്ട് നമ്മള് കേറാന്നാ വിചാരിക്കുന്നത്. അത് ക്യാമറ അങ്ങ് എടുക്കല്ലേ. ഇത് പിടിച്ചേ. എക്സൈറ്റഡ് ആണോ? ഗൈസ്, ഞങ്ങള് പാരാസെയിലിങ്ങിന് പോവാണ്.
നല്ല എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. എല്ലാരും പറഞ്ഞു ഇവിടെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഓസ്മോന്റെ ക്യാമറ ഒക്കെ എടുത്താ പോകുന്നത്. പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. ഓക്കെ ക്യാമറ ഓക്കെ. She is going to go, guys. ഓ എനിക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഓള് പോവുകയാണ്. ദൂരെ പോയിട്ടോള് കാണുന്നില്ല. ഇനി നമുക്ക് വരുമ്പോ കാണാം. അതുവരെ നമുക്ക് ഇങ്ങനെ നിക്കാം. ദൂരെ പോയി നല്ല രസമുണ്ടായിരുന്നു. പറന്നു പോവാൻ കുറച്ച് പോലെ എക്സ്പീരിയൻസ്. മാറിപ്പോയി. നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ? ഇല്ല പക്ഷെ പോയാ പേടില്ല അല്ലേ? ഒന്നിതായി. ഞങ്ങളിവിടെ നല്ല 2 ബിക്കിനി വെയർസ് കണ്ട് ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞപ്പോ ഇവിടുത്തെ ഭാഷ 2 നല്ല കിടക്കാച്ചി ബ്ലാക്ക് തന്നെ എടുക്കണോ? കോൺട്രാസ്റ്റ് എടുക്കണോ? നമുക്ക് വേണ്ടല്ലോ ബ്ലാക്ക്. ഇനി നമ്മൾ അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ലെറ്റ്സ് സീ. ഓ നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ എക്സൈറ്റഡ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? അണ്ടർ ദി വാട്ടർ. നമുക്ക് അവിടുന്ന് കാണാം അല്ലെ മീനുകളെയൊക്കെ കൂടെ. പക്ഷെ പറ്റൂല. പക്ഷെ അവരെ കൊണ്ട് നമ്മളെ ഇടിപ്പിച്ച് നമുക്ക് അത് കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഞങ്ങള് വിചാരിക്കും നമ്മളെ അക്വാരിയത്തിന്റെ ഉള്ളിലാണെന്ന്. പക്ഷെ അല്ല. അത് അപ്പൊ അക്വാരിയത്തിന്റെ അടിയിലല്ല, നമ്മൾ അണ്ടർ ദ സീ ആണ് പോകുന്നത്. ഇത് എത്ര അടിയായിരിക്കും നമ്മൾ പോകുന്നത്? How many deep? അപ്പൊ 2 മീറ്റർ ആണ്. അത് എത്ര ഉണ്ടാവും? വലുതാണോ ചെറുതാണോന്ന് അറിഞ്ഞൂടാ. അപ്പൊ അത് ആ ബോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പോവാം. അപ്പോ വയ്യാതിരുന്നിട്ടും ആള് വന്നേക്കുന്നത് എന്തൊക്കെയോ ഇവിടെ ട്രൈ ചെയ്യാനാ. സോ അതാണ് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പുറകെ പോവുക. പൈസ ഉണ്ടാക്കാൻ പറ്റും മനസ്സ് വെച്ചാല്, ഹാർഡ് വർക്ക് ചെയ്താല്. അപ്പൊ മാക്സിമം എൻജോയ് ചെയ്യാൻ. ചിലപ്പോ മണി ഉണ്ടാവുമ്പോ ഹെൽത്ത് ഉണ്ടാവണമെന്നില്ല, വെൽത്ത് ഉണ്ടാവുമ്പോ നമുക്ക് ടൈം ഉണ്ടാവണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഫൈൻഡ് സം ടൈം ഫോർ യു. ഞങ്ങള് ഇനി വാട്ടർ അണ്ടർ സീ വാക്കിങ്ങിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങള് ഫോണ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങള് ഇതിന്റെ എക്സ്പീരിയൻസ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. Madama. Hey, Madama on sea. പേര് കാണാൻ ശരിക്കും മദാമിന്റെ. ഗൈസ് നെക്സ്റ്റ് ഇസ് ജെറ്റ് സ്കീ. അപ്പൊ വാട്ടർ സ്നോർക്കലിംഗിന്റെ കാര്യം നമ്മള് പറയാം. ഓ പക്ഷെ ഒരു കാര്യം പറയാം, അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. You go jet ski one by one. We take a picture each other. ഓക്കെ ഓക്കെ. After that, you go banana together. Give me phone. I take one. താങ്ക് യു. ശരി ചേട്ടാ. ഇത് സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുതിയ ശരിക്കും തിരക്ക് അവിടത്തെ മറ്റേ പിക്ചറി ഒക്കെ വാങ്ങിയിട്ട് അവിടുത്തെ എങ്ങനെ ഇല്ല നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അവിടെ ചുട്ടു പൊള്ളുന്ന വെയില. ഇനി നമ്മള് ഹോട്ടലിലേക്ക് പോകുമ്പോ നമ്മളെ കണ്ടാ തിരിച്ചറിയണ്ട ഇപ്പൊ ബേബി. പിന്നെ നമ്മള് അത് ഓൾക്ക് ടാൻ ആവാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാ. ടാൻ പോവാൻ വേണ്ടി. ഇവിടെ കൊറേ ആൾക്കാർ ടാൻ വരാൻ വേണ്ടി ഞാൻ വെയിലത്തിട്ട് ആറിക്കെടുക്കുന്നു അല്ലേ? അതൊക്കെ വെയിലത്ത് കിടക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടാവും.
ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു കൊടയുടെ അടിയിലേക്ക് വന്നിക്കണം. ഇവളോട് ഞാൻ കൊറേ പറഞ്ഞിട്ട് ഇവിടെ തൊപ്പിയെന്ന് വരിയത്. കാരണം നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മ കവർ ചെയ്ത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എൻജോയ് ചെയ്യാണ് വേണ്ടത്. നമ്മള് 4 എടുത്തതില് ഒന്നിന് ഫസ്റ്റത്തേല് പാരാസൈലിംഗ് നമുക്ക് കൈവഴിട്ടുണ്ട്. രണ്ടാമത്തേന് എന്താ പറഞ്ഞാ രണ്ടാമത്തെ നമുക്ക് ഒരു മുൻപതാ രണ്ടായിട്ട് ബാക്കി അത്രയാണ് 2 കൈ. നമുക്ക് സെയിം പട്ടിപ്പില്ലേ അതുപോലെ നോ മണി നോ ഹണി നോ മണി എന്നാ പറഞ്ഞത്. എനിക്ക് എന്നാലും ഒന്ന് കാലെടുക്കണമെന്നുള്ളത്. എന്നാ പോയി നനച്ചു പോരി നമുക്ക് പ്രാന്താട്ടോ. അവള് മതാവാണെന്നവളെ വിചാരം. അങ്ങനെ നമ്മളുടെ ബനാനയും അതുപോലെ ജെറ്റ് സ്കീയും കഴിഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മളതിന്റെ മുന്നേ ഒരു ഷെല്ലൊക്കെ പറത്തി അമ്മച്ചീനെയൊക്കെ നോക്കുന്ന അവിടെ ഓറഞ്ചിട്ട് അമ്മച്ചീനെ ഞങ്ങളെ കണ്ടിട്ട് പക്ഷെ നല്ല സാധനം കേട്ടോ, നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇതുള്ളു വരുമ്പോ ഒരു തൊപ്പിയും ഒരു കണ്ണട എടുക്കുക, ബാക്കി സൺസ്ക്രീൻ ഇട്ട് പോവാലേ. ആ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. പോകുമ്പോ ഇടാം. കുറച്ചേരം കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ വേറെ ഒന്നും ഇല്ലാന്ന് അയാൾ പറഞ്ഞത് ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല, കടകളല്ലാതെ റിസോർട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് 7-11 വാങ്ങിയ രണ്ട് സ്നാക്സ്, കുറച്ചൊന്നുമില്ല, 2 സ്നാക്സ് എടുത്തിക്കുന്നു തിന്നാൻ. എങ്ങാനും വിശന്നാൽ നമ്മൾ പട്ടിണി ആവരുതല്ലോ. അങ്ങനെ നമ്മുടെ പട്ടായ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി ലഞ്ച് കഴിക്കാൻ പോണം. അതെവിടെ നിന്ന് പോണത്? നമ്മുടെ ബോട്ടാണ്. ചെരുപ്പിന്റെ അവസ്ഥ വെള്ളം നനയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൈ പിടിച്ചേറി അവരൊക്കെ പോയി. വെള്ളം നനയണം, അങ്ങനെ കാണല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പട്ടായയില്. പോയാ വെള്ളം നനയാൻ കൊണ്ടേ വെള്ളത്തിനെ കൊടുക്കില്ല കേട്ടോ മൊത്തത്തില്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിട്ടോ, പട്ടായ സിറ്റിയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി വീണ്ടും. ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഇവര് നമ്മളെ കൊണ്ടുപോകും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കും, ഒന്ന് ഹോട്ടലിൽ കയറി ഫ്രഷ് ആയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകും. അപ്പൊ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. നമ്മളപ്പോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഔട്ട്ഫിറ്റ് ഒക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്. ഇതൊക്കെ ഈ ഹോട്ടലത്തെ മിറ്റത്തെ പരിപാടികൾ. മിറ്റത്ത് ഉള്ള സ്റ്റാച്യൂസ് ആണ് ഈ ഡ്രാഗൺസ് ഒക്കെ. അപ്പൊ നമുക്ക് പോയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കാണാന്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവാണ്. 40 മിനിറ്റ് ഉണ്ട്. ഞങ്ങളാണെങ്കിൽ കുളിച്ച് അങ്ങനെ തന്നെ ഇറങ്ങിയതാ. 7 മണി വരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 4:19 40 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് ടൈം നമുക്ക് കിട്ടുന്നുള്ളൂ. വേഗം നോക്കി തുടങ്ങണം. അവിടെ എന്താ മെയിൻ ആയിട്ട് ഉണ്ടാവുക? മെയിനായിട്ട് മറ്റേ ഫുഡ് ഉണ്ടാവും, മറ്റേ മുതല് പൊരിച്ചതും അതൊക്കെ. പിന്നെ ഫുഡാണ് മെയിൻ. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. മാർക്കറ്റ് എന്ന് പറഞ്ഞാലേ ഫ്ലോട്ടിംഗ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല് തോണി കൂടെ പോകുന്നതല്ലേ? ഇതാണോ? ടൈറ്റാനിക് വലിയ തമാശ ആയി പോയിട്ടോ ബേബി. ഓക്കെ, ആ പെണ്ണ് ടിക്കറ്റ് എടുക്കാൻ പോയിക്കുന്നത്. അപ്പൊ നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തി എന്നാണ് എന്റെ ഒരു വിചാരം. ഇങ്ങോട്ട് ഓടി പോവല്ലേ? കയ്യിലൊക്കെ എന്തോ പച്ചയൊക്കെ കുത്തി, പച്ച അല്ല കേട്ടോ അത്, സ്റ്റാമ്പൊക്കെ അടിച്ചു തന്നിക്കുന്നു. പിന്നെ നമുക്ക് സ്റ്റിക്കർ തന്നിക്കുന്നു.
വാക്ക് അറൗണ്ട് നമുക്ക് 20 മിനിറ്റ് ആണോ? ചോദിച്ചോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. നമ്മുടെ ഗൈഡ് പുള്ളിക്കാരി ഇവിടെ നിൽക്കും. അപ്പൊ നമ്മളോട് പുറത്ത് ഇത് കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞേക്കണം. 20 മിനിറ്റ് ഉണ്ട്. 20 minutes to that side? Yeah. Oh, okay. And you walk come back. Oh, it will take extra time. You meet the same car park. Okay. വാ. നമ്മളങ്ങനെ ബോട്ട് കയറി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഫ്ലോട്ടിംഗ് ബോട്ട്. ഓ വാവ്, നൈസ്. നല്ല കാഴ്ചകൾ, നല്ല വൈബ്. ഞാൻ കാണിച്ചു. മാർക്കറ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ തോണിയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഡ്രാഗൺ ഇവിടെ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. ആ, ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജീവി എന്താ, കോഴിയോ സ്റ്റാച്ചു? കണ്ണിലേക്ക് വെയിലടിക്കും കേട്ടോ. സോ കണ്ണട ഇട്ടോ, അതായിരിക്കും നല്ലത്. നമ്മൾ പോകുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടും അതുപോലെ തന്നെ ഏരിയയും, അതാണ് കുറേ ആർട്ട് ഉണ്ട്. നല്ല ഭംഗിയുള്ള ആർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. ക്ലോത്തിങ് മാർക്കറ്റ് ഉണ്ട്. ആ അതെ, ഞാനിട്ടേക്കുന്ന ഡ്രസ്സുകളൊക്കെ അവിടെ. ഇവിടെ ചിലപ്പോ നല്ല റേറ്റ്, ഇവിടെ നല്ല എക്സ്പെൻസീവ് അല്ലേ ബേബി? നമ്മൾ അവിടെ നല്ല എക്സ്പെൻസീവ് ആട്ടോ. കാരണം ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാത്തിനും. ഫുഡിന്റെ ഏരിയ എത്തിയെന്ന് തോന്നിട്ട് ഏകദേശം. ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുന്ന് തിന്നാനുള്ള സ്ഥലമുണ്ട്. ഒരു ഭാഗത്ത് ഡ്രസ്സാണെങ്കിൽ ഒരു ഭാഗത്ത് ഫുഡ്, അങ്ങനെയൊക്കെ കേട്ടോ. കണ്ടോ, വേറെ വേറെ കൈൻഡ് ഓഫ് ആർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻസ് ഉണ്ടാവും. നല്ല ഭംഗിയുള്ള എസ്തറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. എന്താ ചേട്ടാ നമ്മളെ തോണിക്കാരൊക്കെ ഇത് നമുക്ക് ഫോണിലൂടെ, അതായത് ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്യുമ്പോൾ കണ്ണോണ്ട് കാണുന്ന ആ ഒരു ഭംഗിയില്ലേ, അത് കിട്ടൂല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. നമ്മളെ ബോട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളത്. ഇത് ബോട്ട് എന്താ ചെരിഞ്ഞു വന്നത്? ചെരിഞ്ഞു ചേരുന്ന അവസാനം വെള്ളത്തിലാവോ? മസാജ് ഉണ്ട്, ഫുഡ് മസാജ് ഉണ്ട്. ചേട്ടൻ നമ്മളിപ്പോ ഇവിടെ നിർത്തിക്കിട്ടോ. ഇവിടെ എന്തോ കൊറേ ലോക്കോണ്ട് ഒരു ഡിസൈൻസ് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഫോട്ടോ എടുക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മളെ കുറച്ച് മലയാളീസ് വന്നിട്ടുണ്ട്. ഞാൻ ഇയാളെ, എനിക്ക് പെട്ടെന്ന് ഇയാളെ എനിക്ക് അത്ര ഓർമ്മ. ഞങ്ങളെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് തന്നെ വെക്കുന്നു. ഉളുപ്പ്, തിരി ഉളുപ്പ് അതില്ല ചേട്ടാ, ഞങ്ങക്ക് വേണ്ട ചേട്ടാ, ഞങ്ങൾ പോട്ടെ. നല്ല രസമൊക്കെ ഉണ്ട് സാധനം. താങ്ക് യു. ഓ ഇത് നോക്കിയേ, മാങ്ങ നോക്ക്. ഹൗ മച്ച്? 50 ഉള്ളൂ. ലവ് ഈസ് ഈക്വൽ ടു ലവ്. ഞങ്ങൾ ഇവിടുന്ന് ബബിൾ ടീ വാങ്ങി. എന്താണ് ഹാലെന്ന് അറിയൂല, പക്ഷെ വാങ്ങി നോക്കാം. ആൻഡ് ഷീസ് ഗിവിംഗ് ദ മണി. ഇതിന് എത്ര 55 ബാത്ത് അല്ലേ? പറയുമ്പോൾ 128 റുപ്പീസ്. ബേബി മുതലർച്ച് ട്രൈ ചെയ്യാൻ പോവാണ്. സൗന്ദര്യം. എന്താണ്, എന്താ പ്രശ്നം? എന്താ ബേബിന്റെ അവിടെ ഇരുന്നോ? ബേബി ഒരു മുതലർച്ചി വാങ്ങി തന്നോ? എനിക്ക് ഷർട്ടും ഫർളും അല്ല, എനിക്ക് ചിലതൊന്നും എനിക്ക് അങ്ങനെ പോകൂല, ഇറങ്ങൂല. അടുത്ത പ്രാവശ്യം വരുമ്പോ മൈൻഡ് സെറ്റ് ചെയ്യും. മുതലർച്ചി തിന്നാൻ പോവാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ പുഴുവും മണ്ണാച്ചനെല്ലാം ഉണ്ട്. തിന്ന് ബേബി, ടേസ്റ്റ് ഒക്കെ.
OMG. ബേബി എങ്ങനെ തിന്നുന്നു? ഇപ്പളെ സമ്മതിക്കണം കേട്ടോ. എന്താ റബ്ബർ പോലെ ഉണ്ടോ? ബേബി ഇത് തിന്നോ പുഴുവിനെയൊക്കെ? ഇല്ല ബേബി, ഇതൊക്കെ ഞാൻ റോ ആയിട്ട് ആഡ് ചെയ്യും കേട്ടോ. അതങ്ങനെ ആശുപത്രിയിലാവും? ഇല്ല ഞാൻ പുഴുവിനെയും ഈ ഇതോ തേള് പോലത്തെ സാധനത്തിനെയൊന്നും ഞാൻ തിന്നൂല. പിന്നെ ഈ മുതലിറച്ചിയും. ഗൈസ്, ഞങ്ങളിവിടെ ഒരു മാർക്കറ്റിൽ ഇപ്പം നിർത്തിയേക്കാണ്. ഇവിടെ ടോപ്സ് ഡെയിലി എന്ന് പറഞ്ഞ ഷോപ്പും ഉണ്ട്. അപ്പം അവിടേക്ക് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. പിന്നെ വാക്കിംഗ് സ്ട്രീറ്റിൽ രാത്രി പോകാമെന്ന് കരുതുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളതാ ഗൈഡ് ഇവിടെ, ഗൈഡ് എന്ന് പറയാൻ പറ്റൂല, എന്താ പറയാ, മറ്റേതിൻ്റെ പേരെന്താ നമ്മളിപ്പോൾ പോയി വന്നതിൻ്റെ ഫ്ലോട്ടിംഗ് സ്ട്രീറ്റിൽ ഒന്ന് ഗൈഡ് ചെയ്ത ഫ്ലോട്ടിംഗ് സ്ട്രീറ്റിലെ ഒരു ഗൈഡ് പോലെ ആയിരുന്നു പുള്ളിക്കാരി. ഇപ്പൊ പോയി. അപ്പൊ ഞങ്ങൾ എന്താക്കാ ഇനിയിപ്പൊ ഈ മാർക്കറ്റിൽ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ കയറാന്ന്. അപ്പൊ കയറി നോക്കാം. തോന്നുന്നില്ല നമ്മള് 7-11 കയറുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്കത് ഇവിടെ കൈൻഡ് ഓഫ് വെരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷെ കുറച്ചൊക്കെ അടിപൊളി. എന്നെ എന്തെങ്കിലും സൈഡുകളെ പോയാൽ അത് പൊലിപ്പിക്കാനായിട്ട് മുദ്ര മതി. നമ്മൾ ഉറക്കത്ത് നനീച്ചല്ലേ, അങ്ങനെ തന്നെ ഒന്നുമില്ലേ കൊഞ്ച് എന്തേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഡൂറിയൻ ഫ്ലേവർ സോഫ്റ്റ് chewy candy. Okay. മറ്റേ റീലെടുത്താലോ? വസാബി ഭയങ്കര വൃത്തിയുടെ ടേസ്റ്റാ. ആ ബേബി പറഞ്ഞെന്താ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താന്ന് ഇങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്താ ബേബി? ചുട്ടിന്നാണെന്ന് വിചാരിച്ചോ? അപ്പൊ നീ ചുട്ടി അടിച്ചില്ലേ എന്ന് പറഞ്ഞു പൊട്ടിപ്പിടിച്ചിട്ട് ഇത് മാത്രം കാണിച്ചത് പറയും. ഓരോ പ്രൊഡക്ട്സിന്റെ എങ്ങനെ പണ്ടൊരു റീൽ ഉണ്ടായിരുന്നില്ലേ? ഐ ആക്ച്വലി ഡോണ്ട് റിമെമ്പർ. എന്നെ അമ്മായി എന്ന് വിളിച്ചത് എന്താ ഔട്ട് ഓഫ് നോവെയർ ആണ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. ഇല്ല എനിക്കത് മനസ്സിലാണ്ടേ. എന്തേത്താണ് ഇവിടെ ഒരു മാങ്ങയില്ല. ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊരു വാങ്ങണം. ഗുഡ് തിങ്സ്. മാങ്ങ അല്ലാന്ന് പറയും, ഒന്നും കുറച്ച് തന്നെ പറയും നല്ലതുണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ ഗൈസ് കാര്യങ്ങളൊക്കെ. നാട്ടിൽ കിട്ടുന്ന നാട്ടെന്തോ ആയിട്ട് പറയല്ലേ. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളുടെ നാട്ടിൽ കിട്ടാതെ കിട്ടും. പക്ഷെ ഇത് കിട്ടൂല. സൂഷിന്റെ അങ്ങനെ ഉണ്ടെന്ന് ലേസിന്റെ കിട്ടാത്ത സാധനങ്ങൾ. അപ്പൊ അതറിയാതെ കിട്ടൂല. സാധനം ഈ സാധനത്തിനെ കൊണ്ട് ആവൂല കേട്ടോ എട്ടേം പോയാലും. ശരിക്കും പറഞ്ഞാൽ പട്ടായയിലൊക്കെ അല്ല തായ്ലാൻഡിലൊക്കെ വരുന്ന പാർട്ട്ണറുകളൊന്നും ഇല്ലാണ്ടോ. ഒരു ദിവസം ഞാൻ ഒറ്റക്ക് വരും. ഒറ്റക്ക് വിടാം, നിന്റെ പുറകിൽ സോളോ ട്രിപ്പ് നോക്കുമ്പോ ഉണ്ടാവും നമ്മള് ബാക്കില്. ഇന്ന് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ് പോവില്ലേ? പോവും. അപ്പൊ ഇന്ന് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകും. വാക്കിംഗ് സ്ട്രീറ്റ് ഒരു 10 കഴിഞ്ഞിട്ടാണ് അത് കംപ്ലീറ്റ്ലി ഓടാം. അത് നൈറ്റ് സ്ട്രീറ്റ് ആണ് ആക്ച്വലി. പാടെന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കണം. നാളെ നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. ഞങ്ങളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ആഫ്റ്റർ 30 minutes ആണ് നമുക്ക് 30 ഫിഷ് റൈസ് കിട്ടുന്നത്. ഞാൻ വിചാരിച്ച് മീൻ ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ. ഇതിപ്പോ ഒരാൾക്ക് തിന്നാനുള്ള ചോറേ ഉള്ളൂ. മീന് വലുതാണ്. ഞാൻ അപ്പൊ നമുക്ക് മറ്റേ പ്രോൺസിന്റെ ഇത് വാങ്ങാം. കൈ എവിടെ കഴുകാം? കൈ കഴുകാൻ ചോദിച്ചിട്ട് അവര് ആദ്യം ടിഷ്യൂ വന്നപ്പോ ഒരു ചേരുവ കൊണ്ടൊന്ന്
ഇവർക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ആണ് ഭയങ്കര വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ജീവിക്കന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിക്കന്നെ. ഇനി ഇത് നമ്മൾ ക്ലീൻ ആക്കി മീനിന്റെ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തക്കാളി ഇതെല്ലാം നമ്മളെ കൊണ്ട് തിരിക്കും. അപ്പോൾ ഫൈനലി ഗൈസ് ഞങ്ങൾ അങ്ങനെ ഒരു ഫുൾ ബോഡി മസാജ് എടുത്ത്. ഞങ്ങൾക്കത് ഭയങ്കര അത്യാവശ്യമാണെന്ന് തോന്നി. ബിക്കോസ് ഭയങ്കര ടയേർഡായി എന്ന് വെച്ചാൽ നമ്മൾ കുറേ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എടുക്കാൻ പറ്റിയിട്ടില്ല. തിരക്കുകൾ കാരണം ഞങ്ങൾ എന്താക്കി ഇങ്ങനെ മാറി 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 വെച്ച് അവസാനം ഇവിടെ എത്തി. തായ്ലാൻഡിൽ നിന്നാണ് നമ്മൾ ഒരു ഫുൾ ബോഡി മസാജ് എടുക്കുന്നത്. പക്ഷെ ഇവരെ മസാജ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ എണ്ണിട്ട് ഇങ്ങനെ ഉഴിച്ചിൽ നടത്തുകയാണല്ലോ ചെയ്യുക. പക്ഷെ ഇവരത് ഇങ്ങനെ നമ്മളെ കൈമുട്ടില്ലേ അത് വെച്ചിട്ടാണ് ഇവര് നമ്മളെ ഹോൾ ബോഡി പുറത്തും എന്താ പറയുക കാലുമ്മേലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുൾ അങ്ങോട്ട് ഭയങ്കര വേദന ആവട്ടോ. നല്ല പെയിൻഫുൾ ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. നമ്മളല്ലാതായി മാറും. ഞങ്ങൾക്കിപ്പോ ഭയങ്കര ഒരു ബോഡിക്ക് ഒരു റിലാക്സേഷൻ. ആദ്യം ഭയങ്കര പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് ഉള്ളത്. പക്ഷെ ഇന്ന് നമ്മളിവിടെ ലാസ്റ്റ് ഡേ ആണ്, പട്ടായയിൽ ലാസ്റ്റ് ഡേ ആണ്. സോ നാളെ ബാങ്കോക്കിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താക്കണം, ഇന്ന് വാക്കിംഗ് സ്ട്രീറ്റും കൂടെ തീർത്തിട്ട് വേണം നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ. അപ്പൊ ഞങ്ങൾ ഒന്നിപ്പോ റൂമിലേക്ക് പോയിട്ട് 7-Eleven ബാങ്കോക്ക് ഇതില് രാത്രി പൈക്കുമ്പോ കഴിക്കാൻ വാങ്ങണോ ചെറുതായിട്ട് നോക്കാം നമുക്ക്. അങ്ങനെ വേവിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പാട്. എനിക്ക് ജിം ഓർമ്മ വന്നു സ്ട്രെച്ച് ചെയ്തപ്പോ. ഇവളെ ബോഡി ഭയങ്കര സ്റ്റിഫാണ്. അപ്പൊ ബോഡി സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവളിങ്ങനെ ഭയങ്കരമായിട്ട് പെയിൻ ഇതാവും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ട്? നല്ല റിലാക്സേഷൻ ഉണ്ട്. ഞാൻ പറയുന്നേ ഇവരെ മസാജിങ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മസാജ് ആണ്, കൈയിന്റെ മുട്ടുകൊണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ എണ്ണിട്ടല്ലേ ഉച്ചില് നടത്തുക. എണ്ണിട്ടുണ്ട് പക്ഷെ ഇതൊരു ഡിഫറെന്റ് തായ് മസാജ് എന്ന് പറയും. റിവ്യൂ തന്നോണ്ട് ഇനിയിപ്പോ നിങ്ങള് വേറെ ഒന്നും നോക്കണ്ട. പോയെ നമ്മളെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ ആണ്. ഞാനില്ല ഇതിന്റെ റിലാക്സേഷൻ. അയ്യോ കാലൊക്കെ ഇപ്പൊ അറിയല്ലോ അത്ര. അതാണ് നമ്മളിപ്പോ നല്ല ആയിട്ട് പോകുമ്പോ ട്രാവലിംഗും നടത്തും കാര്യങ്ങളും. ഇവിടുന്ന് 7-Eleven ഞാൻ ജ്യൂസ് എടുക്കുന്നുണ്ടോ? അപ്പൊ വേണ്ടവാ. അല്ല മോക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. വയറ് ചാടിയല്ല നിന്റെ 2 ദിവസം വന്നപ്പോഴേക്കും വയറൊക്കെ ചാടി ആകെന്തോ. വേവെന്തിനാ അങ്ങോട്ട് കയറുന്നത്? റൂമിൽ പോവാ നമുക്ക്. വാ ഞാൻ ഗ്രാബ് വിളിക്കട്ടെ. ഗ്രാബ് വിളിക്കാതെ നടക്കവാ. ഇവിടെ അടുത്തല്ലേ. എന്തിനാ ഗ്രാബ്? അങ്ങോട്ടാണോ? ഒന്ന് ലൊക്കേഷൻ നോക്കട്ടെ. ആ ശരിയാ എങ്ങോട്ടല്ലേ. ഞങ്ങള് വിചാരിച്ചു നടന്നൊക്കാട്ട് പോവാന്ന്. നമ്മളെന്തിനാ വെറുതെ ഊബർ പൈസ ഒക്കെ വിളിച്ച് ചെലവാക്കുന്നത്. ഓല ഓണാക്കിയില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ മറ്റേ നമ്മളെ ഗ്ലൂട്സിന് വർക്ക്ഔട്ട് ചെയ്തോണ്ട് തൊടയുടെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. പുള്ളിക്കാരി പിടിച്ചു അങ്ങോട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? റിലീവ്ഡ് അല്ലേ? പറയണ്ട. ഡൂരിയൻ എന്ന് പറയുന്ന ഫ്രൂട്ട് എന്റെ പൊന്നോ വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ച്. പക്ഷെ അതിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ഭയങ്കര മണം. പക്ഷെ എന്നാലും കഴിക്കണം. ബാങ്കോക്ക് പോയിട്ട് കഴിക്കാൻ. എവിടെയൊക്കെ പോണ്ട്? ഇങ്ങോട്ടാ? ഇന്നല്ല നമ്മടെ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിശേഷങ്ങൾ. ഇപ്പൊ ഞങ്ങളിതാ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. 7-Eleven എന്ന് പറയുന്ന ഷോപ്പ് കൊറേ അടുത്തുണ്ട്. പക്ഷെ നല്ല വൈബ്, നല്ല അടിപൊളി വൈബ്. തട്ടിക്കൊണ്ടുപോവോ? പിന്നെ തട്ടിക്കൊണ്ടുപോയാൽ കുറച്ച് സെക്കൻഡിൽ ഇങ്ങോട്ട് തന്നെ ആക്കിക്കോളൂ. അതാണിപ്പോ. ബേബിക്ക് അറിയാലല്ലേ വൈ? എനിക്കറിഞ്ഞൂടാ. ബേബി കളിക്കല്ലേ? ബേബി എല്ലാം നോക്ക്. ബേബി എന്താ മണ്ടത്തരാണ്. എന്നിട്ടാണ് ബേബി നടക്കുന്നത്. ഇത് നോക്കിട്ട് വരാട്ടോ. വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ എന്തിനാ വന്നത്? എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നു പറയുന്നത്? നമ്മള് ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താൻ വിചാരിച്ച്. വാക്കിംഗ് സ്ട്രീറ്റിന്റെ അത് നമ്മള് അടുത്ത വ്ളോഗിലിടാം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും, ഭയങ്കര വലുതായി പോവും. അത് നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആയി മാറും. സോ നമ്മളെന്താക്കുക, അടുത്ത വ്ളോഗില് വാക്കിംഗ് സ്ട്രീറ്റ് പ്ലസ് സംതിങ് എൽസ് വരുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക.
ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാ, ഫുള്ള് കാണുക, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ചെയ്തു, ഹൗ വി എൻജോയ്ഡ് ആൻഡ് എവറിത്തിങ്. അപ്പോ അത്രയൊക്കെ പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്.